വായന എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതാണ്. ഈ പറയുന്ന പോലെ നമുക്ക് എഴുത്ത് ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്ത് നമുക്ക് എന്താ ചരിത്രം നമുക്കറിയില്ല. ഈ ലോകം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയുകയില്ല. എഴുത്തുണ്ടായതിന് ശേഷമുള്ളതാണ് ലോകത്തിൻ്റെ ചരിത്രം. അപ്പോൾ നമ്മൾ നാളെ ഭാവിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ കോവിഡിനെ എടുത്താൽ കോവിഡിനെ മറികടക്കാൻ പെട്ടെന്ന് കോവിഡ് വന്ന് വീഴുമ്പോൾ കോവിഡിനെ മറികടക്കാൻ നമ്മൾ കയ്യിലുള്ള കാര്യം ഫ്ലാഗിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ലോക്ക്ഡൗണിലേക്ക് പോവുകയും മാസ്ക് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലത്ത് രേഖപ്പെടുത്തി വെച്ച ചില പ്രോട്ടോക്കോൾ ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ചരിത്രം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഫിക്ഷൻ ആണെങ്കിൽ തന്നെയും ഫിക്ഷനകത്തും കിടക്കുന്ന ചരിത്രമാണ്. അതുകൊണ്ട് വായന എന്നുള്ളത് ഈ സമൂഹത്തോട് തുറന്ന മനസ്സുമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് വായന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് കാര്യത്തെയും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന റിട്ടേൺ കാര്യങ്ങളാണ് നമ്മളെ സഹായിക്കുന്നത്. അത് ഒരു സാധാരണ ജീവിത കാര്യത്തിൽ ഏർപ്പെടുന്ന തൊട്ട് ഏറ്റവും അസാധാരണമായിട്ടുള്ള ഒരു കോവിഡ് പോലെ ഞാൻ നേരത്തെ ഉദാഹരിച്ചതുപോലെ നമ്മുടെ ജീവിതകാലത്ത് വന്നു വീഴുന്ന ഒരേ ഒരു തവണ മാത്രം വന്നു വീഴുന്ന കാര്യങ്ങളെപ്പോലും മറികടക്കാൻ നമുക്ക് എഴുതി വെച്ച കാര്യങ്ങൾ വായിക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് വായന എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിന് ചുറ്റുപാടുമായിട്ട് ഈ സഭ നിൽക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്.